അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപമോചനവും അവൻ്റെ രേഖയിൽ നന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തിനാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ, കർമ്മങ്ങൾ മുസ്ലിം സമൂഹത്തിന് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സമുദായത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്നാരെയെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളും നോമ്പും ഇബാദത്തുകളൊന്നും നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ട് മടങ്ങേണ്ടവരാണ്. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് തമ്മിൽ ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യാൻ ഒരു മൊബൈലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മതി എന്ന കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ എത്തി. വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തുള്ള ഒരു മകനെ കാണാൻ 4-5 വീടുകൾക്കപ്പുറത്തുള്ള പണക്കാരൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിനെ രാത്രി 11 മണിക്ക് കാത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി വിദേശ രാജ്യത്തുള്ള ഭർത്താവിനെ കിടക്കപ്പായയിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ ഭർത്താവിനെ, ഭാര്യയെ കണ്ടുവിളിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. മനുഷ്യന്റെ ഞരമ്പുകൾക്കുള്ളിലുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ ഒരു താക്കോൽ ദ്വാരത്തിലൂടെ റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടത്തി മനുഷ്യഹൃദയത്തിൻ്റെ ചലനം പോലും പുറത്ത് സംഘടിപ്പിക്കുന്ന പേസ് മേക്കറുകളെ കൊണ്ട് ചലിപ്പിച്ച് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ചലനത്തിൻ്റെ എണ്ണം പോലും കൃത്യമായി സംവിധാനിക്കാൻ പറ്റിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് കണ്ടുപിടുത്തത്തിൻ്റെ കൊടുമുടികളിലേക്ക് നമ്മൾ എത്തിയാലും ഒരു കാര്യത്തിൽ നമ്മൾ സാക്ഷികളാ, റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി ലോകത്തൊരാൾക്കും തിരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില കവികളൊക്കെ അവരുടെ കവിതയിലൂടെ മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ കവിതയിൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിൻ്റെ മക്കളെ, നിങ്ങളെ നിങ്ങളുടെ മാതാക്കൾ പ്രസവിച്ചത് ബാക്കിയ, കരയുന്നവനായിക്കൊണ്ടാണ്. അല്ലേ? ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രിയൊക്കെ അങ്ങോട്ട് മൂകമാകും. ഡോക്ടർമാരും നേഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെപ്രാളപ്പെട്ടെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കും. പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബക്കാരോട് ചില നേഴ്സുമാർ വന്ന് പറയും, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, കുട്ടി മിണ്ടണില്ല. പുറത്തുള്ള കുടുംബക്കാരൊക്കെ നെഞ്ചുപൊട്ടിങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് ആർത്തലച്ചുകൊണ്ട് കുഞ്ഞ് കരയുമ്പോൾ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ സമാധാനത്തിൻ്റെ പുഞ്ചിരി വരും. നിങ്ങളെ കുടുംബക്കാർ ചുറ്റും ചിരിച്ചുകൊണ്ടിരിക്കുമ്പം കരഞ്ഞുകൊണ്ട് ജനിച്ചവരാ നമ്മളൊക്കെ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്നൊരു ദിനം വരും. നിന്റെ തുറന്നു പോയ വായ മറ്റൊരാൾ കൂട്ടിക്കിട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിൻ്റെ കുടുക്കുകൾ മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റക്ക് കുളിച്ചതിന് പകരം 6 പേര് നിന്നെ കുളിപ്പിക്കുന്നൊരു ദിനം വരും. ഒറ്റയ്ക്ക് വിസർജിച്ചിരുന്ന നിന്നെ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി വിസർജിപ്പിച്ച് കുളിപ്പിച്ചു തരുന്നൊരു ദിനം വരും. അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ കരയുമ്പോൾ
അവർക്ക് നടുവിൽ മനസ്സമാധാനത്തോടെ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ കബറിൽ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നീ ഒറ്റക്കാണ് എന്ന് 100 കണക്കിന് മയ്യത്താ പള്ളിക്കാട്ട് കുണ്ടവെച്ച നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബഖാ, നിന്റെ ഭാര്യയും ഭർത്താവും മക്കളും നെഞ്ചുപൊട്ടി കരയുന്ന അന്ന് അവരിൽ നിന്നും 6 അടി മണ്ണിലേക്ക് പോകുന്ന സെക്കൻഡ് മുതൽ നീ ഒറ്റക്കാണെന്ന ബോധത്തോടെ നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. ഒരിക്കലും മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഇതൊന്നും പൂർത്തീകരിച്ചിട്ടല്ല അള്ളാഹു നമ്മളെ കൊണ്ടുവന്ന്. ഏത് പരീക്ഷണത്തിന്റെ നടുവിലൂടെയാണെങ്കിലും അള്ളാഹ് നിശ്ചയിച്ച സമയം അള്ളാഹു അങ്ങ് കൊണ്ടുപോകും. ചിലരെ അള്ളാഹ് ഒരുപാട് കാലം കടത്തും, ചിലരെ പടച്ചോൻ വേഗം കൊണ്ടുപോകും, ചിലരെ പടച്ചോൻ റോട്ടുമൽ വെച്ച് കൊണ്ടുപോകും, ചിലരെ പടച്ചോൻ വിളിച്ചുണർത്തിയിട്ട് കൊണ്ടുപോകും, ചിലരെ അള്ളാഹു ഒന്നും പരിഗണിക്കാതെ കൊണ്ടുപോകുന്നുള്ളതിന്റെ തെളിവാണ് റമദാനിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യ അബുദാബിയിലുള്ള ഒരു കുടുംബത്തിന്റെ വാപ്പന്റെ കൂടെ ഇശാ ജമാഅത്ത് നമസ്കരിച്ച 4 ആൺമക്കള് സുബഹിന്റെ ജമാഅത്ത് പടച്ചോൻ അങ്ങ് കൊണ്ടുപോയി. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. 2021 വാപ്പാന്റെ പേരിലുള്ള കടവും തൻ്റെ വീടൊന്നും നന്നാക്കണമെന്നും ചിന്തിച്ചിട്ടൊരു സാധു ചെറുപ്പക്കാരൻ ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി പ്രവാസിയായതാ. 5 കൊല്ലത്തിന് ശേഷം അവൻ വാപ്പാന്റെ പേരിലുള്ള പകുതിയിലധികം കടം വീട്ടി. പണ്ട് കാവിമേഞ്ഞ വീടൊന്ന് ഓടുള്ളത് പൊളിച്ച് അത്യാവശ്യം ഒരു 750 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ തറയിട്ടു. കുടുംബക്കാരും കൂട്ടുകാരും അവനോട് പറഞ്ഞൊന്ന് നാട്ടിൽ പോയി വന്നോ, 5 കൊല്ലായില്ലേ, എൻ്റെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് എന്നെ കാണേണ്ടി വരും. ആ 5 കൊല്ലത്തിന് ശേഷം കൂട്ടുകാർ കൊടുത്ത ടിക്കറ്റും പെട്ടിയുമായിട്ട് ആ ചെറുപ്പക്കാരൻ കരിപ്പൂരിലേക്ക് പുറപ്പെട്ടു. വിമാനം കരിപ്പൂരിൽ ലാൻഡ് ചെയ്തപ്പോ എഴുന്നേറ്റ് നിന്ന് തൊട്ടടുത്തുള്ളവനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്ന് അവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുണ്ടായിരുന്ന 142 പേരും പുറത്തേക്ക് പോയി. ഈ മകനെ കാത്ത് പുലർച്ചെ 5:05 മണിക്ക് വൃദ്ധനായൊരു വാപ്പയും ഉമ്മയും 5 കൊല്ലത്തിന്റെ വിരഹത്തിന്റെ വേദനയായിട്ടൊരു സാധു പെൺകുട്ടിയും 2 പെൺമക്കളും കരിപ്പൂര് കമ്പിവേലിന്റെ അപ്പുറത്തുണ്ട്. ഓരോ പെട്ടിയുന്തി വരുന്നോലെ നേരെയും മക്കൾ പൂതിയോടെ നോക്കി, വാപ്പല്ല. ആ വിമാനത്തിലുള്ള മുഴുവൻ പേരും പുറത്തേക്ക് പോയി എന്ന് കണ്ടപ്പോ പിന്നീട് അവിടെ കിടന്ന് നെഞ്ചുപൊട്ടി കണ്ണീരുകുടി സങ്കടപ്പെടുന്ന ആ കുടുംബത്തെ ഡ്രൈവർമാർ വന്ന് അന്വേഷിച്ചു. അവർ എയർപോർട്ടിൽ അധികൃതരുമായി സംസാരിച്ചു. എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ ഈ കുടുംബത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പെട്ടെന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ പോകണം. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിന്റെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ഒരു ജീൻസും കള്ളിക്കുപ്പായും ഇട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്തിന്റെ മുഖത്തുനിന്ന് തുണി മാറ്റിയിട്ട് അവർ ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? നിമിഷ നേരം കൊണ്ട് ആ മകന്റെ മയ്യത്ത് വാരിപ്പിടിച്ച വാപ്പ ചോദിച്ച ചോദ്യവും കരച്ചിലും ഇന്നും ഡ്രൈവർമാര് സങ്കടത്തോടെ പറയും, എന്തിനാ പടച്ചോനെ ഈ എൻ്റെ മോനെ കൊണ്ടുപോയത്? എനിക്ക് ഇന്നെ കൊണ്ടുപോയാ പോരെ, ഞാനല്ലേ ഗുളികമ്മൽ ഒരു കാര്യമില്ലാണ്ട് ജീവിക്കുന്നത്? എന്തിനാ പടച്ചോനെങ്ങി ആ പെൺകുട്ടീനെ വിധവയാക്കിയേ? എന്തിനാ റബ്ബെങ്ങി 2 മക്കളെ യത്തീമക്കളാക്കിയത്? എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്ന റബ്ബേ എന്ന് ചോദിക്കുന്ന ഒരു വിതുമ്പലിന്റെ പിന്നിൽ മക്കളുടെ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റാതെ, വീട്ടിൽ കൂടാൻ പറ്റാതെ, ഭാര്യ വിധവയാക്കി, ചെറുപ്പക്കാരിയായ ഭാര്യ ഉപേക്ഷിച്ച് നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയവരാ ഈ ഇരിക്കുന്ന നമ്മളടക്കം മുഴുവൻ പേരും. എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ മരിപ്പിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുന്നത്? ചിലരെ സങ്കടപ്പെടുത്താനും ചിലരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടല്ല. എന്തിന് എന്ന ചോദ്യത്തിന് റബ്ബ് തന്നെ ഓർമ്മപ്പെടുത്തി, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ജനനവും മരണവും തീരുമാനിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ജനിപ്പിച്ചതും റബ്ബിന്റെ പരീക്ഷണാണ്, മരിപ്പിക്കുന്നതും റബ്ബിന്റെ പരീക്ഷണ. കാരണം നമ്മളാരും 100 കൊല്ലം ഇവിടെ ശാശ്വത ജീവിതത്തിന് വന്നോലല്ല, ആണോ? 1925 ഈ ഇരിക്കുന്ന പലരും ഇന്ന് ഈ ലോകത്തുണ്ടാവൂല. 2025 ഞാനുണ്ട്, നമ്മളൊക്കെ ഉണ്ട്. 2125 ആകുമ്പോഴേക്കും നമ്മളിൽ പലരും ഉണ്ടാവൂല, ഭൂരിപക്ഷ ആളുകളും ഉണ്ടാവൂല. ഈ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് എൻ്റെ വാപ്പന്റെ പേര് ചോദിച്ചറിയും, വാപ്പന്റെ പേരും അറിയും. ഉദാഹരണമായിട്ട് എന്നോട് ചോദിക്കുക, എൻ്റെ വാപ്പന്റെ പേര് അബ്ദുറഹ്മാൻ, വാപ്പന്റെ പേര് പോക്കുട്ടി സാഹിബ്, പോക്കുട്ടി സാഹിബിന്റെ വാപ്പന്റെ പേര് എനിക്കറിയൂല. അതിനർത്ഥം
125 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യനെ പറ്റി എനിക്ക് ബോധമല്ല, ഞാൻ അറിയൂല. ഇനിയൊരു 125 കൊല്ലം താഴേക്ക് പോകുക എന്ന് കരുതുക. എൻ്റെ മോൻ അബ്ദുള്ള ഒരു കല്യാണമൊക്കെ കഴിച്ച് ഓനൊരു മക്കളുണ്ടായ ആ മക്കളെ മനസ്സിലും കൂടി ചിലപ്പം ഞാൻ ഉണ്ടാവും. മനുഷ്യരെ, നമ്മളാരും ഒരു 100 കൊല്ലത്തിലധികമൊന്നും ജീവിക്കാമെന്നോലല്ല. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ എനിക്കുങ്ങൾക്കും മയ്യത്തസ്കരിക്കാൻ വരാനുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ നാവുമെന്നേ എനിക്കുങ്ങൾക്കും ഒരു പ്രാർത്ഥന കിട്ടാനുള്ളൂ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും പടച്ചോൻ ജനിപ്പിച്ചതും മരിപ്പിച്ചതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് പടച്ച റബ്ബിന് പരീക്ഷിക്കാൻ. ചിലർക്കല്ല വാരിക്കോരി സമ്പത്തൊടുക്കും, പേരുകെട്ട തറവാട്ടിൽ ജനിപ്പിക്കും. ചിലരെ പടച്ചോൻ റോഡ് സൈഡിൽ താമസിപ്പിക്കും. ചിലരെ പടച്ചോൻ അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കും. എന്തിനാ? നമ്മളൊക്കെ സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടവരാ. ആദം നബി അടക്കം. ആദം നബിക്ക് ശേഷം റബ്ബ് കൽപ്പന കൊടുത്തു, ആദമേ, നിന്റെ മക്കളും നിന്റെ തലമുറയും എന്നെ ഭയപ്പെട്ട് ജീവിച്ച നിന്നെ പുറത്താക്കിയ സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ തിരിച്ചു കയറ്റും. ആ റബ്ബ് തിരിച്ചു കയറ്റാൻ വേണ്ടി പറഞ്ഞയച്ചൊരു പരീക്ഷണ ലോകം മാത്രമാ ദുനിയാവ്. അതാ ആവർത്തിച്ച് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറംഭാഗമാകെ ചുവന്നു തെടുത്ത റസൂലുള്ളാനെ കണ്ടപ്പം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചില്ല, നബിയെ, നമ്മളെ രാജ്യത്തിന്റെയോ അധികാരത്തിന്റെയോ ശതമാനമല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ സ്വർണത്തിന്റെ മട്ടുപ്പാവിൽ സപ്രമഞ്ച കട്ടിലിൽ കിടക്കുമ്പോ എന്തിനാ പ്രവാചകരെ താങ്കൾ ഇങ്ങനെ ഈത്തപ്പന ഓലയിൽ കിടന്ന് സങ്കടപ്പെടുന്നു? ഞാൻ താങ്കൾക്ക് ഈത്തപ്പനയുടെ കുഷ്യനുള്ളൊരു പുതുമത്ത തരട്ടെയോ? നബി തങ്ങൾ പുഞ്ചിരിയോടെ സയ്യിദുനാന്റെ മുഖത്ത് തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, ഉമറേ, കുൻ ഫിദ്ദുനിയ കഅന്നക ഖരീബുൻ ഔ ഫീ ഗാബിരി സബീൽ. നമ്മളൊക്കെ ഈ ലോകത്തൊരു പരദേശിയാ. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് പോകും. നാളെ നേരം വെളുക്കുമ്പം 7 മണിക്ക് നമ്മൾ അറ്റാക്ക് വന്ന് മരിച്ചു. ഈ ദുനിയാവ് വിടക്കുവോ? ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ദുനിയാവ് നമ്മൾ ഇല്ലാതെ തന്നെ പോകാൻ തുടങ്ങും. അന്നും സൂര്യൻ ഉദിക്കും, അന്നും പള്ളിയിൽ വാങ്ങിക്കൊടുക്കും, അന്നും ഇവിടെ ജമാഅത്തുണ്ടാവും, അന്നും ചിലപ്പം വേറെ ഏതെങ്കിലും മഹല്ലിൽ മരണവും സംഭവിക്കും. നമ്മളെ സ്നേഹിച്ച മക്കൾ നമ്മളെ കൂടെ പോരുമോ? 3 ദിവസം വരെ കുടുംബക്കാർ വീട്ടിലുണ്ടാകും. നമ്മളൊക്കെ പറയാറില്ലേ, 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരൊക്കെ നെഞ്ചൊട്ടി കരയുന്ന പെണ്ണിന്റെ അടുത്ത് വെച്ച് പറയും, ഞങ്ങൾ കുറെ ഇവിടെ നിന്നിട്ട് ഇപ്പം എന്താ, 3 ദിവസമായി മക്കളെ മദ്രസയൊക്കെ മുടങ്ങിക്കുക, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നതുകൊണ്ടും കാര്യമൊന്നുമില്ലല്ലോ, പോണ്ടിയോല് പോയി, നിങ്ങൾ ദ്വാങ്ങ ചെയ്തൂടി എന്ന് പറഞ്ഞ് കുടുംബക്കാർ ഓല തിരക്കൊക്കെ പോകും. ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി വെച്ച സോച്ചൊക്കെ മക്കൾ ഓണാക്കാൻ തുടങ്ങും. മരിച്ച വാപ്പാന്റെ പേരിൽ സങ്കടപ്പെട്ട് ഓഫാക്കി വെച്ച ടിവിന്റെ കവറൊക്കെ ഊരും, പിന്നെയും റീചാർജ് ചെയ്യും, പിന്നെയും കാണാൻ തുടങ്ങും. അത്രേ ഉള്ളൂ ഞാനുങ്ങളും ദുനിയാവില്. അതുകൊണ്ടാണ് നബി തങ്ങൾ പഠിപ്പിച്ചതും പടച്ചോൻ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. നമുക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് പടച്ചോൻ ഒരു ചത്ത ആട്ടിൻകുട്ടീന്റെ വില പോലും കൊടുത്തിട്ടില്ല. മദീന പള്ളിയിൽ നിന്ന് ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന തിരുദൂതന്റെ മുൻപിൽ ഒരു ആട്ടിൻകുട്ടീനെ കണ്ടു ചത്ത് കിടക്കുക. നബിത്തങ്ങൾ അതിന്റെ തലന്റെ ഭാഗത്ത് ചെന്നിട്ട് പറഞ്ഞു, സഹാബത്തെ 2 ദീനാറിന് ആർക്കും എടുക്കാം. സഹാബാക്കൾ പുച്ഛത്തോടെ പറഞ്ഞു, 2 ദീനാറോ ചത്തൈനോ? ഞങ്ങൾക്ക് വേണ്ട നബിയെ. ഉടനെ നബിത്തങ്ങൾ പറഞ്ഞു, നാ വെറുതെ തരും, കൊണ്ടുപോയിക്കോ. സഹാബാക്കൾ ആട്ടിൻകുട്ടീനെ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ചെവി ഇങ്ങനെ കൂർത്തിട്ട. അറബികൾക്കൊരു വിശ്വാസമുണ്ട്, ആടുകളെയൊക്കെ മേയാൻ വിടുമ്പം ചെന്നായ വന്ന് ബന്ധപ്പെടും. ആ ബന്ധത്തിലുണ്ടാകുന്ന ആട്ടിൻകുട്ടിയുടെ ചെവി ചെന്നായന്റെ മാതിരി ഇങ്ങനെ കൂർത്തു നിൽക്കും. ആട്ടിൻകുട്ടീൻ്റെ ചെവി അങ്ങനെയാന്ന് കണ്ട അറബികൾ വേഗം ഇങ്ങനെ തച്ചൊന്നാളും. അങ്ങനെ തച്ചു കൊന്ന ഒരു ആട്ടിൻകുട്ടിയാണ് നബിയെ ഇത്. അതിൻ്റെ ചെവിയുണ്ടോ? പുഴു വളയ്ക്കുന്നുണ്ട്. ആ പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടീനെയാണോ നബി ഞങ്ങൾക്ക് വെറുതെ തരാന്ന് പറഞ്ഞ്? അള്ളാന്റെ ഹബീബ് ഇങ്ങനെ കരയും. സഹാബത്ത് ചോദിക്കും, എന്തേ റസൂലേ, അതിൻ്റെ ജീവൻ പോയത് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത്? റസൂലുള്ള പറഞ്ഞു, അല്ല, വല്ലാഹി എൻ്റെ റബ്ബാണേ സത്യം, ഈ ദുനിയാവിന് പടച്ചോൻ ഈ ആട്ടിൻകുട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല. ഒരാട്ടിൻകുട്ടിയുടെ വിലയെങ്ങാനും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ അള്ളാനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന ഭൗതിക മോഹികൾക്ക് ഒരു തുള്ളി വെള്ളം പടച്ചോൻ കൊടുക്കൂല. അള്ളാന്റെ വെള്ളം, പടച്ചോന്റെ മണ്ണ്, പടച്ചോന്റെ ദുനിയാവ് അള്ളാനെ വെല്ലുവിളിക്കുന്നവർക്ക് അള്ള കൊടുക്കൂലായിരുന്നു. എന്നിട്ടും പടച്ചോൻ കള്ളുകുടിയനും പെണ്ണുപിടിയനും തോന്നിവാസിക്കും നിസ്കരിക്കാത്തവനും നോമ്പോൽക്കാത്തവനും തോന്നിയാസം കാണുന്നവനും ഒക്കെ ഈ ദുനിയാവ് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ദുനിയാവിന് പടച്ചോൻ ഒരു വിലയിട്ടിട്ടില്ല. അള്ളാന്റെ കണ്ണിൽ ദുനിയാവിന് പടച്ചോൻ ഒരു വിലയും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ പറയാനുള്ളത്? അവിടെ 10 സെന്റ്,
ഇവിടെ പുരണ്ടാക്കി, മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു, മൂത്തേറ്റിങ്ങളെ കെട്ടിച്ചു, ഇളയേറ്റിങ്ങളെ കെട്ടിച്ചു. ഞാനിപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, വാടകയൊക്കെ കിട്ടുന്നുണ്ട്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അവരിൽ പലർക്കും ദുനിയാവിൽ പടച്ചോൻ കൊടുത്ത ജീവിതം കൊണ്ട് അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ളത് എന്താ? കുറച്ച് പവറും പത്രാസും പേരും പെരുമയും മാത്രം. അതിനല്ല റബ്ബ് നമ്മളെ ഈ ദുനിയാവിലേക്ക് വിട്ട് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ. ആ പണിയെടുക്കുമ്പോ അള്ള ചിലപ്പം പരീക്ഷണം തരും. എന്തിനാ? നമ്മൾ എത്രത്തോളം പടച്ചോനോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടാൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും അള്ളാന്റെ ഒരു താക്കീദാ. പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്ത പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? ദാറുൽ ബലാ എന്ന. ദാറുൽ ബലാഇന്റെ മലയാള അർത്ഥം എന്താണെന്നറിയോ? പരീക്ഷണങ്ങളുടെ കോട്ട, പരീക്ഷണങ്ങളുടെ ആലയം. ഇവിടെ എല്ലാം പരീക്ഷണം തന്നെയാ. നമ്മളിപ്പോ മാത്തോട്ടത്തുള്ള ഒരു ചെങ്ങായിനെ നാളെ ഡോക്ടർ എടുത്തു കൊണ്ടുപോയപ്പം ടെസ്റ്റിൽ പറഞ്ഞു ക്യാൻസർ 4ാമത്തെ സ്റ്റേജാ, നീ ഒന്നും ചെയ്യാനില്ല. അത് കേട്ട് നമ്മളിങ്ങനെ വിറങ്ങലിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത് ഓൻ്റെ മോൻ വട്ടക്കിണറിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പെട്ട് കാല് പൊട്ടി കമ്പിട്ട് കിടക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം നമ്മൾ വീണ്ടും കേട്ടു ഭാര്യക്ക് എന്തോന്ന് ചെക്കപ്പിന് പോയപ്പം ഓക്കും എന്തിൻ്റെയോ തുടക്കമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന്. ഉടനെ നമ്മളെന്താ പറയാ? പടച്ചോനെ, എന്തൊരു പരീക്ഷണം അത്! വല്ലാത്തൊരു പരീക്ഷണം തന്നെ കേട്ടോ. അള്ളാഹ് കുടുംബത്തിന് എങ്ങനെ പരീക്ഷിക്കാനുണ്ടോന്നാ ചോദിക്കുക. സൂക്കേടും പരീക്ഷണവും രോഗവും ഒക്കെ അവർക്ക് പരീക്ഷണാണെങ്കിൽ സൂക്കേടില്ലാത്ത ശരീരം ഉണ്ടെങ്കിലും പരീക്ഷണ. അല്ലാണ്ട് സൂക്കേടുള്ള മാത്രം പരീക്ഷണക്കാർ. ഞാനൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യവാൻ എന്ന് പറയല്ലേ? ഒരു സൂക്കേടും തരാത്ത നിന്റെ ജീവനും പടച്ചോന്റെ പരീക്ഷണ. സമ്പത്തുള്ളവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് അള്ളോന് വാരിക്കോരി കൊടുത്തു എന്ന് പറയല്ലേ? സമ്പത്തില്ലാതെ പടച്ചോൻ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനക്കുള്ള പരീക്ഷണ. കാരണം എന്താ? നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, ആ ഉമ്മത്തിന്റെ സ്വഭാവം എന്തായി മാറുന്നറിയോ? ആഇലുൽ മുസ്തക്ബിർ, ദരിദ്രന്മാരായിരിക്കും ഉണ്ടാകുക, പക്ഷെ അഹങ്കാരത്തിനൊരു കുറവും ഉണ്ടാവില്ല. നാട്ടുകാരെ കാണിക്കാനും പൊങ്ങച്ചത്തിനും വേണ്ടിയിട്ട് പലിശ വാങ്ങിയിട്ടും ഹറാമ് സമ്പാദിച്ചിട്ടും ഒരു ജനങ്ങളിടയിൽ പവർ കാണിക്കാൻ തുടങ്ങും. പടച്ചോൻ എനിക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ, ഞാൻ ഇതിനനുസരിച്ച് ജീവിക്കണം എന്നല്ല ചിന്തിക്കുക. എൻ്റെ ലൈഫ് എനിക്ക് തോന്നിയ മാതിരി ജീവിക്കണം, അതുകൊണ്ട് പലിശെങ്കിൽ പലിശ, കടമെങ്കിൽ കടം, നാട്ടുകാരെ പറ്റിച്ചെങ്കിൽ പറ്റിച്ചിട്ട് എനിക്ക് ഇന്റെ കാര്യം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ധനമോഹികൾ വരും. അത് ഈ കാലല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാർ പിരിവെടുത്ത് പെണ്ണുങ്ങളെ കല്യാണം, കുട്ടീൻ്റെ കല്യാണം നടത്താൻ വിചാരിച്ചാൽ പോലും ഓലാദ്യം പറയും, നിങ്ങൾ പിരിച്ചു തന്നാൽ മതി, കല്യാണം ഞാള് നടത്തിക്കോളും. എന്തേ? കല്യാണത്തിൻ്റെ 3 ദിവസം മുൻപ് മഞ്ഞ കല്യാണം, പച്ച കല്യാണം, വീഡിയോ കവറേജ്, ഡിജിറ്റൽ ആൽബങ്ങൾ, ഫേഷ്യൽ ചെയ്യാൻ ബ്യൂട്ടീഷ്യന്മാര്, കല്യാണത്തിൻ്റെ അന്ന് പടകം പൊട്ടിക്കല്, ആർഭാടങ്ങൾ. 5 പൈസല്ലെങ്കിലും പണയം വെച്ചിട്ട് നാട്ടുകാർ നടത്തിയില്ലേ? എത്ര വാപ്പാരുടെ സമ്പത്തുകളാ ഇന്ന് പലിശയായിട്ട് പോന്ന്? എത്ര ഉമ്മമാരുടെ ആഭരണങ്ങളാ ബാങ്കിൽ പലിശ കിടക്കുന്നത്, പണയത്ത് കിടക്കുന്നത്? എത്ര വാപ്പാരുടെ ജപ്തിയാ കൺമുൻപ് കണ്ട് പേടിക്കുന്നതെന്നറിയോ? പുറത്തു പറയാഞ്ഞിട്ടാ. ഗ്രാമീണ ബാങ്കിലും ടൗൺ ബാങ്കിലും ഒക്കെ ചിലർ ഉള്ളിൽ കൂടെ പോയിട്ട് ചോദിക്കുന്നതും പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അൽ ആഇലുൽ മുസ്തക്ബിർ, ധനികനും പരീക്ഷണാണ്, ദരിദ്രനും പരീക്ഷണാണ്.